എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറന്റ്ലി മോൾഡീവ്സിൽ എക്സ്പാട്രിയേറ്റ്സിന് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഡോളർ ക്രൈസിസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, വളരെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ്ലി ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിലെന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും അവെയർ ആവാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഒരു അവയർനെസ് തന്നേക്കാം. അതിൽ കൂടുതൽ പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റായി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന ഭാവിയിൽ ഇനി ആരെങ്കിലും വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളത് മിസ്സാക്കാൻ വേണ്ടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊന്നും തോന്നാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാര്യമുണ്ടത് ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് സക്സസ്ഫുള്ളി ഇഗ്നോർ ചെയ്യാം. എനിക്ക് ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും മെയിലുകളും ഒക്കെ ഇതിനെപ്പറ്റി ഒരുപാട് കൺസേൺ ആയ കുറച്ച് ആളുകളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ഏറ്റെടുത്തതാണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും മോൾഡീവ്സിലാണെങ്കിലും ഇവിടുത്തെ എല്ലാ ന്യൂസ് ചാനലുകൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് ന്യൂസ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. അതിന് ഒരുപാട് നമ്മുടെ ഇവിടെയുള്ള ആളുകളും ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇവിടെയുള്ള എക്സ്പാട്രിയേറ്റ്സും നമ്മുടെ വറിയാണ്, ടെൻഷനാണ്. അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. മോറോവർ അതിന് പിന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇപ്പം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആളുകളും ചോദിക്കാറുണ്ട്, അതെന്താ മിസ്സേ, ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഏജൻസികളാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഓപ്ഷൻ പറഞ്ഞല്ലോ, അത് പോസിബിൾ ആണല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വരില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത്രയും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന റെമിറ്റൻസിൻ്റെ ഒരു വേ, ഇവിടെ ഉണ്ടായിരുന്ന ഫോർവേഡഡ് റെമിറ്റൻസുകൾ എങ്ങനെ പോയിരുന്നു, അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു, അതിനെയൊക്കെ പറ്റിയിട്ടാണ്. ആ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത ഡേറ്റയാണ്, ഒരു ചെറിയൊരു റിസർച്ച് വഴി ഞാൻ കളക്ട് ചെയ്ത കുറച്ച് ഡേറ്റാസ് മൊത്തം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പോർഷൻ കണ്ടിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഒരു ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം വന്ന് പറയാൻ നോക്കുക. 2014 വരെ മോൾഡീവ്സിൽ വർക്ക് ചെയ്തിരുന്ന എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അവർക്കെല്ലാം ഇന്ത്യയിലോട്ട് റെമിറ്റൻസ് വഴി ക്യാഷ് അയക്കാൻ ഒരു ലിമിറ്റും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ATM കാർഡ് വഴി ഇന്ത്യയിൽ നിന്ന് നമുക്ക് INR പിൻവലിക്കാൻ പറ്റുമായിരുന്നു. അതിനും 24,000 ആയിരുന്നു അവർ തന്നിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലോട്ട് അയക്കുന്ന ക്യാഷിന് ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല. 2014 വരെ ആയിരുന്നു ഇങ്ങനെ ഒരു റൂള് ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് SBI തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2024 ആയി കഴിഞ്ഞപ്പോൾ ഡോളർ കുറച്ചിട്ട് $400 ലിമിറ്റിലേക്ക് കുറച്ചു. ആ സമയത്തും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് മെയിൽ വരും, മെസ്സേജ് വരും. അപ്പോൾ ഇവർ പറയുന്നത് ഒരു കുറച്ച് കാലത്തോട്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം, ഇത് നമ്മൾ റിസോൾവ് ചെയ്യും, എന്നിട്ട് ബാക്ക് ടു 500 എത്തിക്കും. അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് വന്നിട്ടുള്ള മെയിലുകളും മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ, സമയം വരുമല്ലോ, ഒരു ക്രൈസിസ് ആണല്ലോ, ഒരു നാടിൻ്റെ ക്രൈസിസ് ആണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇത് കുറഞ്ഞു വരാന്നല്ലാതെ ഇതിൽ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് നമുക്ക് 150 എന്ന് പറയുന്ന വളരെ പോക്കറ്റ് മണി പോലും നമുക്ക് നാട്ടിൽ അയച്ചു കഴിഞ്ഞാൽ കീപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും വളരെ കുറച്ച് എമൗണ്ട് ഒരു മാസം വെച്ച് നമ്മൾ അയച്ചിട്ട് നമുക്ക് എന്ത് യൂസാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്സ് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് മൈ പ്രൊഫൈൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇനി പറയാൻ വരുന്നത്, മോൾഡീവ്സിലെ നമ്മൾ റെമിറ്റൻസിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി വന്ന് നിൽക്കുന്നത് $150 എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്.
സ്ക്രീനിൽ നിങ്ങൾക്കൊരു ന്യൂസ് കാണാം. അതിൻ്റെ ലിങ്ക്, ഒറിജിനൽ സോഴ്സിൻ്റെ ലിങ്കും ഞാനിവിടെ വീഡിയോയുടെ കൂടെ മെൻഷൻ ചെയ്തേക്കാം. മോൾഡീവ്സ് മോണിറ്ററിംഗ് അതോറിറ്റി പുറത്തുവിട്ടിട്ടുള്ള ഒരു ഡേറ്റയിൽ നിന്ന് ഇവിടെ മോൾഡീവ്സിലുള്ള ഒരു ന്യൂസ് ചാനൽ കവർ ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 2024-25 ആനുവൽ ഫോർവേഡഡ് റെമിറ്റൻസിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഓരോ രാജ്യവും എത്ര ശതമാനമാണ് ഒരു വർഷത്തിൽ ഫോർവേഡഡ് റെമിറ്റൻസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഡേറ്റ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം ഇന്ത്യൻസ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യുന്നത്. വേറെ കൺട്രീസിൽ കൺസേൺ വരുമ്പോൾ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു രാജ്യത്തിനോടും ഒരു വിവേചനവും ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ 2% മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം ഫോർവേഡഡ് റെമിറ്റൻസ് ആയിട്ട് പോയിട്ടുള്ളത്. 100%-ൽ 2% മാത്രമാണ്. മറ്റുള്ള കൺട്രികളും ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ അത്രയും വളരെ കുറച്ച് മാത്രം 6000-ഓളം മാത്രം ഇന്ത്യൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് ടീച്ചിങ്ങും നഴ്സിംഗ് പ്രൊഫഷൻ, നഴ്സിംഗ് ഹോസ്പിറ്റൽ ടീച്ചിങ്ങും നഴ്സിംഗ്, ഈ 2 പ്രൊഫഷനിലുള്ള ആളുകളാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവർ തന്നെ പുറത്തു വിട്ടുള്ള കണക്കാണ്. അപ്പോൾ അതിൽ അത്രയും വളരെ കുറച്ച് മാത്രമാണ്, അത്രയും വളരെ കുറച്ച് ഇന്ത്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അത്രയും വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് നമ്മൾ റെമിറ്റൻസ് വഴി ഒരു വർഷം അയച്ചിട്ടുള്ളത്. അത്രയും വലിയ ബേർഡൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റ് കണക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതേ ടോപ്പിക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി നമുക്കൊരു ഹോപ്പ് തന്നിട്ടുള്ള ഒരു കാര്യത്തിനെ കൂടി പറ്റി പറയാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടായി. അതിനിടയിൽ കുറേ ഡിസിഷൻസ് വന്നു, കുറേ ഡിസ്കഷൻസ് വന്നു. അപ്പോൾ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്പാട്രിയേറ്റ്സിനും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ഡിക്ലെയർ ചെയ്തായിരുന്നു ഈ മണി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം. അങ്ങനെ മണി സ്വാപ്പിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കറൻസി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചിരുന്നു. നമുക്ക് ഇപ്പോൾ ബാങ്ക് റേറ്റിനേക്കാളും വളരെ ചെറിയ വേരിയേഷൻ വന്നാണെങ്കിലും നമുക്ക് മാക്സിമം എമൗണ്ട് ലിമിറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ചെറിയ ലിമിറ്റിൽ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു ആ ന്യൂസ് അറിഞ്ഞിരുന്നത്. പക്ഷെ അതിപ്പോഴും ഡെവലപ്പ് ആവാതെ, അല്ലെങ്കിൽ അതിൽ ഫൈനലൈസ് ചെയ്യാതെ നിൽക്കുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. പിന്നെ അതിൽ റെമിറ്റൻസ്, ഫോർവേഡഡ് റെമിറ്റൻസ് എത്രമാത്രം പോസിബിൾ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷനും കിട്ടിയിട്ടില്ല. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുമ്പോഴും പുതിയ മൂവ്മെന്റ്സ് വരുമ്പോഴും അത് എത്രമാത്രം നമ്മളെപ്പോലുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും സംശയമാണ്. പിന്നെ നമുക്ക് പേഴ്സണലി ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇറ്റ്സ് വർക്കിംഗ് അണ്ടർ പ്രോസസ് എന്ന് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആയിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് അതിൽ ഉണ്ടാവും എന്നുള്ളതും അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ട് അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻസിൻ്റെ അവസ്ഥയാണ്, ഇവിടെ നിൽക്കുന്ന എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ്. ഒരു മാസം ബാങ്ക് ലോണും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഡിസ്കഷനൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളിൽ റെഗുലറായിട്ട് മെഡിക്കലായിട്ടുള്ള എമർജൻസി ഉള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നവരും, നമ്മളിപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണല്ലോ നാടും വീടും വീട്ടുകാരെയും എല്ലാം വിട്ട് നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അടിയാണിത്. അപ്പം അതുപോലെ മെഡിക്കൽ കീമോ ചെയ്യുന്നതും മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ റെഗുലറായിട്ട് മണി അത് എക്സ്പെക്ട് ചെയ്യുന്ന മാസം ഇപ്പോൾ 1-ാം തീയതി ആവുകയാണെങ്കിൽ ആ 1-ാം തീയതി റെമിറ്റൻസ് നടന്നിട്ട് ആ കിട്ടുന്ന മണി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇത്രയും പ്രശ്നം വന്നിട്ട് എങ്ങനെയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് സ്വിച്ച് ഇട്ട പോലെ ജോബ് മാറ്റാൻ പറ്റില്ലെന്നും പുതിയ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന നയം എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആണ്, അപേക്ഷിക്കുകയാണ് അതിലൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും രീതിയിലുള്ള ഒരു ഡിക്രീസ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ദയനീയമായിട്ടുള്ള അപേക്ഷയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറ്റൻഷനിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓഫർ ലെറ്ററിൽ നമുക്കൊരു സാലറി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, ഒരു ആഡ് ഏതെങ്കിലും
നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മോൾഡീവ്സ് ടീച്ചേഴ്സ് വേക്കൻസി എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ ആഡുകളാണ്. ഒരുപാട് ഏജൻസികളുണ്ട്. ഒരു ഏജൻസിനെയും ഞാൻ എടുത്ത് പറയുന്നില്ല. എല്ലാ ഏജൻസികളും ചെയ്യുന്നത് ഒരേ വർക്ക് തന്നെയാണ്. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും 75,000 to 85,000 സാലറി. അത് 75,000 to 85,000 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അലോട്ട് ചെയ്തിട്ടുള്ള സാലറി തന്നെയാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുന്നത് അതാണെന്ന് പറഞ്ഞിട്ട്. എക്സ്പെക്റ്റഡ് അല്ല, നമ്മുടെ അലോട്ടഡ് സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഏജൻസികൾ അതിനെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ചില ആഡുകൾ അത് ഡോളറാക്കി, ഡോളറാണ് നമുക്ക് സാലറി ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആഡുകൾ ഞാൻ കാണുകയുണ്ടായി. അതിൽ പറയുന്നുണ്ട് $1,000 അല്ലെങ്കിൽ $1,500 ഒക്കെയാണ് ഇവർ അലോട്ട് ചെയ്തിരിക്കുന്ന സാലറി, നമുക്കത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ റീസെൻ്റ്ലി ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായ കുറച്ച് ടീച്ചേഴ്സ്, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് പറയുണ്ടായി, ഈ ഏജൻസികൾ പറയുന്നുണ്ട് ഇത്രയും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഉണ്ട്, മണി നിങ്ങൾക്ക് ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാം, ബാങ്കിൽ പോയാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോളർ കിട്ടും. ഇതൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ പോലെയുള്ളവർ ആരെങ്കിലും ഒരു ജോലിയായിട്ട് ഒരു കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പൊ വീഡിയോ ചെയ്യുന്ന എനിക്കടക്കം ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ പേഴ്സണലി നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് പറയുമ്പോൾ ഇതിൽ ഏതാണ് ഫേക്ക് ഏതാണ് സത്യം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറയാം, ഇവിടെ ഇപ്പോൾ ഒരു BEd ഉള്ള ഒരു ടീച്ചർക്ക്, ക്വാളിഫിക്കേഷൻ BA ഉള്ള ഒരു ടീച്ചർക്ക് MEd കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ലെവൽ ഉണ്ടല്ലോ, അപ്പോൾ അതുള്ള ഒരു ടീച്ചർക്ക് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 17,000 രൂപയാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 17,000 രൂപ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ 17,000 രൂപയിൽ നമുക്ക് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഈ 25 മുതൽ, ഈ ഒക്ടോബർ 25 മുതൽ പ്രാവർത്തികമാകാൻ പോകുന്ന നിയമം അനുസരിച്ച്, റൂൾ അനുസരിച്ച് നമുക്ക് 3,000 രൂപ മാത്രമാണ് നമ്മുടെ നാട്ടിലോട്ട് അയക്കാൻ പറ്റുന്നത്. 5.38 നിങ്ങൾക്കൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ രൂപ വെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 14,000 രൂപ വീണ്ടും നമുക്ക് ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ 14,000 രൂപ നമ്മൾ പ്രൈവറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഡോളർ, അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഡോളർ നമുക്ക് എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോളർ കിട്ടും. പക്ഷെ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റിൽ നിന്ന് വളരെ കൂടുതലാണ്. ഒരു ഡോളറിന് നമ്മൾ 15 പോയിന്റ് സംതിങ് ആണ് രൂപയാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മൾ പ്രൈവറ്റായി ചെയ്യുമ്പോൾ 21.5 രൂപയാണ് ഒരു ഡോളറിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേരിയേഷൻ മനസ്സിലാവും. രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ 5.3, ഇപ്പോൾ 5.6 ഒക്കെയാണ് ബാങ്ക് റേറ്റ് വരുന്നത് ഒരു രൂപയ്ക്ക്. അപ്പോൾ ഈ 5 ഡിഫറൻസ് വരാന്ന് പറയുമ്പോൾ 25 റുപ്പീസാണ്, 25 to 30 ബിറ്റ്വീൻ ആണ് റുപ്പീസാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് നമ്മൾ ഒരു ഡോളറിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂജ് എമൗണ്ട് അയക്കുമ്പോൾ നിങ്ങളുടെ എത്ര എമൗണ്ടാണ് അവിടെ ലോസ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 14,000 ആണ്. നമ്മൾ 3,000 നമ്മുടെ നോർമൽ റെമിറ്റൻസ് പോയി നമ്മുടെ കയ്യിൽ ബാക്കി 14,000 രൂപയുണ്ട്. അതിൽ നമുക്ക് റെന്റ് പോകുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് 4,000 രൂപയാണ്. 4,000 രൂപയാണ് എൻ്റെ റെന്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 20,000 to 25,000 ഇടയിലാണ് എൻ്റെ വെറും കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വെറും റെന്റ് വരുന്നത്. നിങ്ങൾ മാലയിലാണ്, മെയിൻ സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് നിങ്ങൾക്ക് ചിലവ് വരിക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെയാണ് നമ്മൾ നിൽക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് 3,000, 4,000, 5,000 റേഞ്ചിൽ കിട്ടും. എന്നാലും ഒരു റൂമിൽ 3-4 പേരൊക്കെയാണ് താമസിക്കേണ്ടി വരിക. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഞാനൊരു കാര്യം പറയാം. നമുക്ക് പറയുന്നുണ്ട്, നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളിവിടെ ഇൻ്റർവ്യൂ കഴിയുമ്പോഴൊക്കെ ഇവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുപോകാം. ഫാമിലിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ 3-4 ആൾ നിൽക്കുന്ന റൂമിൽ നിങ്ങൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു വീട് എടുക്കേണ്ടി വരും. അങ്ങനെ സെപ്പറേറ്റ് ഒരു വീട് എടുക്കുമ്പോൾ റെന്റ് വരുന്നത് 10,000 പ്ലസ് ആണ്. നമ്മുടെ സാലറി 14 ആണെങ്കിൽ ഈ 10,000 കൊടുത്ത് നമ്മൾ ഇവിടെ റൂം എടുത്ത് നിന്ന് 10,000 രൂപ ഇപ്പം അലോട്ട് ചെയ്തിട്ടുള്ള 10,000 രൂപ നിങ്ങൾ റെന്റ് നിങ്ങളുടെ റെമിറ്റൻസ് അയച്ച് പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്? ഇതാണ് കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ 14,000 രൂപേനെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഡോളർ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ 21.5 എന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ വെറും 666.6 അതാണ് നമുക്ക് കിട്ടുന്ന ഡോളർ. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ റെന്റ് കുറയ്ക്കുക, നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറയ്ക്കുക. ഇത്രയും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ $500 പോലും
നമ്മുടെ കയ്യിൽ പിന്നെ കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് പ്രൈവറ്റായി നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ. $500 പോലും നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ പറയുന്നത് $1000-1500 നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളത്? എവിടെയാണ് നമ്മൾ ക്യാഷ് സേവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ക്യാഷ് സേവ് ചെയ്യേണ്ടത്? ഇതാണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് $3 ക്രൈസിസ് ഉള്ള ഇപ്പം ഈ കറണ്ട് സ്റ്റേറ്റ് വെച്ചിട്ട് നിങ്ങളിവിടെ വന്ന് എത്ര എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രോഫിറ്റ് എന്നുള്ളതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഡിമോട്ടിവേറ്റ് ചെയ്യുകയല്ല. ഈ റൂള് മാറിയേക്കാം. മേ ബി എല്ലാവരും വർക്കിംഗ് ആണ്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നേക്കാം. അങ്ങനെ ഒരു സ്റ്റേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ നെയിം അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വന്ന് വർക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരു ഉറപ്പ് ഇവിടെ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അതൊരു വലിയ ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളെ മുന്നിൽ തന്നെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നവർക്ക് അതിനും വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ എനിക്ക് കിട്ടിയ ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കൊമൻ്റ് ആയിരുന്നു. നമുക്ക് ഡോളറിലേക്ക് നമ്മൾ ഈ ഡോളർ ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ഗോൾഡ് വാങ്ങി പോവാലോ, എന്നിട്ട് നാട്ടിൽ പോയി നമുക്കത് മാറ്റാലോ. ഇവിടെ ഉള്ള ആളുകൾ ഗോൾഡ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ ഇപ്പോൾ റോസ് ഗോൾഡും അങ്ങനത്തെയൊക്കെ നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന നമ്മുടെ ഇന്ത്യയിൽ പോയിട്ടാണ് അവർ ഇതൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മുടെ നാട്ടിലുള്ള സ്വർണത്തിൻ്റെ മൂല്യമില്ല. ഇനിയിപ്പോൾ മാലയിലൊക്കെ സ്വർണ്ണം ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മുടെ നാട്ടിലെ സ്വർണത്തിൻ്റെ മൂല്യമില്ല. ഈ സ്വർണം നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ടൊരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ സ്വർണം വാങ്ങി കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തേക്കുക. കാരണം അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ നിൽക്കില്ലല്ലോ. ഇനി എനിക്ക് ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാനുള്ളത്. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓഫർ ലെറ്ററിൽ, നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഞാനിതിവിടെ മെൻഷൻ ചെയ്തേക്കാം. നമ്മൾ മിനിസ്ട്രി തന്നെ അലോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെമിറ്റൻസിന് വേണ്ടിയിട്ടുള്ള ലിമിറ്റ്സ് ഇല്ല എന്നുള്ളത്. നമുക്ക് ബാങ്ക് റേറ്റ് ഒരു MVR ആണെങ്കിൽ 15 പോയിന്റ് ആണെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലെറ്ററിൽ കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൂടിയാണ്. പക്ഷേ അതൊന്നും അല്ലല്ലോ റിയാലിറ്റിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരിക്കലും ഇപ്പം മിനിസ്ട്രീനെയോ അല്ലെങ്കിൽ MMAനെയോ ഒന്നും ബ്ലെയിം ചെയ്യുകയല്ല. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അവർ അലോട്ടഡ് സാലറി ആണെങ്കിലും നമുക്ക് തരുന്ന സർവീസുകളായാലും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് നാട്ടിലെ ഏജൻസികൾക്ക് കൊടുത്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാനിപ്പുലേറ്റഡ് ആയി പോയിട്ട് അല്ലെങ്കിൽ അറിയാതെ പോയിട്ട് വന്ന് ചാടിപ്പോയല്ലോ എന്ന് നിങ്ങൾക്ക് ഒരാൾക്കും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ടിക്കറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് സീസൺ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് എമൗണ്ടിൽ നമുക്ക് ടിക്കറ്റ് പ്രൈസ് ഇവിടെ റൈസ് ആവാറുണ്ട്. വർഷത്തിൽ നമ്മൾ പോകുന്നതിന് നമുക്ക് മിനിസ്ട്രി ടിക്കറ്റ് അലവൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് 7,000 ആയിരുന്നു, 7,000 MVR ആയിരുന്നു അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി അത് 11,500ലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് പ്രൈസ് അത്രയും ഹൈ ആണ്. നമുക്ക് എങ്ങനെ പോയാലും വൺ വേ തന്നെ 40,000 ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഡെഡ് ലൈനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേ ചെയ്തിട്ട് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ടിക്കറ്റ് എടുക്കേണ്ട കാര്യം കൂടി ഞാൻ പറയാം. ഇതും ഈ മോൾഡീവിയൻ റുഫിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോൾഡീവിയൻ ഫ്ലൈറ്റുകളിൽ മാത്രമാണ് നമുക്ക് റുഫിയ കൊടുക്കാൻ വേണ്ടി പറ്റുക. പക്ഷേ നമ്മൾ ഇന്ത്യൻസിന് നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യൻസ് അല്ല, വേറെ ഏത് രാജ്യക്കാർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഉള്ള റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് തന്നെയാണല്ലോ അവർ വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും റേറ്റ് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ടിക്കറ്റ് വാങ്ങിക്കും. ഇനി അതല്ല, ഇൻഡിഗോയിലും ബാക്കി ഏത് എയർലൈൻസ് ആണെങ്കിലും നമുക്ക് INR ടിക്കറ്റ് എടുക്കാം. പക്ഷെ INR ടിക്കറ്റ് എടുക്കാൻ റുഫിയയിൽ സാലറി വാങ്ങുന്ന നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഡോളറൊക്കെ മാറ്റി നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു നഷ്ടം വന്നു. പ്ലസ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് റേറ്റ് വേറൊരു ഫാക്ടർ. പിന്നെ ഇത് തിരിച്ചു കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ആശ്വാസം ഉള്ളത്. പക്ഷെ നമുക്ക് ഈ റുഫിയ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനും നമുക്ക് എയർലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റാൻഡം ആയിട്ടുള്ള വന്ന കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കൂടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇനി അറിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് ഞാൻ വന്ന് റിപ്ലൈ ഇടും. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. എസ്പെഷ്യലി ദോസ് ഹു ആർ വില്ലിങ് ഓർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു കം ഹിയർ ഫോർ എ ടീച്ചിങ് ഓർ എനി നഴ്സിംഗ് ജോബ്സ്. നിങ്ങളൊന്നുകൂടി ആലോചിക്കുക. ഈ കാര്യങ്ങൾ, ഈ ക്രൈസിസ് മാറാൻ നിങ്ങളെപ്പോലെ ഞങ്ങളും
ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മോൾഡീവിയൻ ഗവൺമെൻറ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് റിസൾട്ടൊന്നും ആയിട്ടില്ല. നല്ലൊരു റിസൾട്ടിന് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അതിൽ കൂടുതൽ ഈ ഡോളർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാനത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഒരു ഹോപ്പായിട്ട് ഒരു ഹോപ്പായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ആയിട്ട് വരാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.